ഇത് കാർലൈൻ 360 റീസെൻ്റായിട്ട് ഇൻസ്പെക്ഷൻ ചെയ്തൊരു വണ്ടിയാണ്. ഇതിന് നല്ല രീതിയിൽ എൻജിൻ ഓയിൽ ലീക്കും നല്ല വൈബ്രേഷനും മിസ്സിങ്ങും വണ്ടിക്ക് ഉണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് ഇൻസ്പെക്ഷൻ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി വണ്ടിയുടെ മെയിൻ്റനൻസ് പ്രോപ്പർ അല്ല. അത് ഭയങ്കര ഡിസോർഡർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ വണ്ടിക്ക് ഇത്രയും കംപ്ലയിൻറ്റ്സ് വരാനുള്ള കാരണം. അതുകൂടാതെ നല്ല രീതിയിലൊരു ആക്സിഡൻറ്റും വണ്ടിക്ക് നടന്നിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ആപ്രോണിൻ്റെ സൈഡ് നല്ല രീതിയിൽ റിപ്പയർ വർക്ക് വന്നിട്ടുണ്ട്. 48,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ആകെ. അതിനുള്ളിൽ തന്നെ ഇത്രയും റിപ്പയർ വർക്കും അതുകൂടാതെ ഇത്രയും കെയർലെസ് ആയിട്ട് മെയിൻ്റനൻസും കൂടി വന്നതോടുകൂടി വണ്ടിയുടെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അത് സ്കാനിങ് റിപ്പോർട്ടിൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലായി. അതുകൂടാതെ അതിൻ്റെ ബോണറ്റ് റീപ്ലേസ്ഡ് ആയിരുന്നു, ഡോറും റീപ്ലേസ്ഡ് ആയിരുന്നു. ആക്ച്വലി വണ്ടി വാങ്ങാനായിട്ട് തൃശ്ശൂർ ഉള്ള ഒരു വണ്ടിയായിരുന്നു ഇത്. ട്രിവാൻഡ്രത്ത് നിന്നൊരു കസ്റ്റമറാണ് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടാണ് ഈ വണ്ടി നമ്മൾ ഇൻസ്പെക്ഷന് വേണ്ടി പോയത്. ചെന്നപ്പോൾ ഇത്തിരി ലേറ്റായിരുന്നു, കാരണം ആ വണ്ടി നമുക്ക് അവൈലബിൾ ആവാത്ത ടൈം എടുത്തു. പക്ഷേ ഫുള്ളായിട്ട് ഇൻസ്പെക്ഷൻ ചെയ്തപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, വണ്ടി വാല്യൂ ഫോർ മണി അല്ല എന്നുള്ളത്. കാരണം അത് ആ കംപ്ലയിൻറ്റ്സ് വെച്ച് നോക്കുമ്പോൾ വണ്ടി ഓവർ പ്രൈസ്ഡ് ആയിരുന്നു. നമ്മൾ കസ്റ്റമർക്ക് നല്ലൊരു അഡ്വൈസ് കൊടുത്തു, ആൾ ഹാപ്പിയായി. കാരണം ആൾക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് തൃശ്ശൂർ വരെ വന്ന് ഈ വണ്ടി നോക്കുന്ന ടൈമും ആളുടെ പൈസയും കാര്യങ്ങളൊക്കെ ആൾക്ക് ഈ ഒരു 2 മണിക്കൂർ നേരത്തെ ഇൻസ്പെക്ഷൻ കൊണ്ട് ആൾക്ക് സേവ് ചെയ്യാൻ പറ്റി. അതുകൂടാതെ ഇതിൻ്റെ ഓണർക്ക്, ആളൊരു ഫോർത്ത് ഓണർ ആയിരുന്നു, ആൾക്ക് അറിയില്ലായിരുന്നു ഈ വണ്ടിയുടെ കണ്ടീഷൻ എന്താണെന്നുള്ളത്. പുള്ളി ഈ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ പിന്നെയാണ് ആൾക്ക് മനസ്സിലായോ ഇത്രയും പ്രോബ്ലംസ് ഉള്ളൊരു വണ്ടി ആയിരുന്നു, ആളത് ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് വാങ്ങിച്ചതെന്നുള്ള കാര്യം. ആക്ച്വലി യൂസ്ഡ് കാർസ് എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, വണ്ടി നമുക്ക് പ്രൈസ് കുറവിലാണോ കിട്ടുന്നത് കൂടുതലാണോ കിട്ടുന്നത് എന്നുള്ളതിനുപരി അത് ആ കൊടുക്കുന്ന പൈസയ്ക്കുള്ള വാല്യൂ ആ വണ്ടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്.